കൊല്ലം ESI മെഡിക്കൽ കോളേജ് വിഷയത്തിൽ വീഴ്ച തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മെഡിക്കൽ കോളേജിനായി അപേക്ഷയ്ക്കൊപ്പം നൽകേണ്ട എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്ന് വീണ ജോർജ് തിരുവനന്തപുരത്ത് പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഉറപ്പുവരുത്താനുണ്ടെന്നും ദുർബലമായ ന്യായീകരണം. സംസ്ഥാന സർക്കാർ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാത്തത് പുറത്തുകൊണ്ടുവന്നത് ജനം ടിവിയാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്താണ് ചേരുന്നത്. പ്രശാന്ത്, ജനം ടിവിയാണ് ഈ വാർത്ത യഥാർത്ഥത്തിൽ പുറത്തു കൊണ്ടുവന്നത്. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാത്തത് മൂലം കേന്ദ്രം പ്രഖ്യാപിച്ച ഈ ESI മെഡിക്കൽ കോളേജ് നമുക്ക് നഷ്ടമാകുകയാണ്. എന്താണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണം ഇക്കാര്യത്തിൽ? ദിലീപ, നമുക്കറിയാം കഴിഞ്ഞ കേന്ദ്ര ബജറ്റിന് ശേഷം കേരളത്തിന് എയിംസ് ലഭിക്കുന്നില്ല എന്ന പരാതി വ്യാപകമായി വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എയിംസ് എവിടെ എന്നടക്കമുള്ള ചോദ്യങ്ങൾ പലയിടത്തുനിന്നും, അതായത് CPM-ലെ തന്നെ മന്ത്രിമാരടക്കം ആയാലും ശരി, അവിടുത്തെ സൈബർ വിഭാഗങ്ങളിൽ നിന്നടക്കം ഇത്തരത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്ന മെഡിക്കൽ കോളേജുകളടക്കം നഷ്ടപ്പെടുത്തിയതൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തായിരുന്നു ഈ കൊല്ലത്തെ ESI മെഡിക്കൽ കോളേജ് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. ESI മെഡിക്കൽ കോളേജ് മാത്രമല്ല, മറ്റ് ESI ഇതര മെഡിക്കൽ കോളേജുകളും നഷ്ടപ്പെടുത്തിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡേക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജ്, വയനാട് ഇത്തരത്തിലൊക്കെ അനുവദിച്ച മെഡിക്കൽ കോളേജും നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതായത് കേരളത്തിന് അനുവദിച്ച് നൽകിയ സ്ഥാപനങ്ങൾ പോലും സംരക്ഷിക്കപ്പെടാൻ കേരളം തയ്യാറാകുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് നമുക്കിതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വിഷയം തന്നെയാണ് നമ്മൾ അല്പസമയം മുമ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ടിരുന്നു, പത്രമാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയത്തായിരുന്നു ഈ വിഷയം നമ്മൾ ഉന്നയിക്കുന്നത്. അപ്പോഴാണ് ഈ കാര്യം, അതായത് ഈ ESI മെഡിക്കൽ കോളേജ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആ വിവരം അത് തുറന്നു സമ്മതിക്കുന്ന ഒരു നിലയിലേക്കൊക്കെ മന്ത്രി എത്തുന്നത്. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല, അത് നൽകാത്തത് കൊണ്ടാണ് ഇത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഉണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ തുറന്നു സമ്മതിക്കുന്നത്. മാത്രമല്ല, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഏർപ്പെടുത്തണം എന്നതടക്കമുള്ള ദുർബലമായ ന്യായീകരണങ്ങൾ ഇതിൽ പറയുകയും ചെയ്യുന്നു. നമുക്കറിയാം, ESI മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വളരെ, ഈ അസംഘടിത മേഖലയിലടക്കം ജോലി ചെയ്യുന്നവർക്ക്, സാധാരണക്കാർക്ക് വളരെ ആവശ്യമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷണം നൽകുന്നൊരു മെഡിക്കൽ കോളേജ് സംവിധാനമാണ് ESI മെഡിക്കൽ കോളേജ് സംവിധാനം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാഥമിക ഘട്ടങ്ങളടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കൊല്ലത്തെ പാരിപ്പള്ളിയിൽ പുരോഗമിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അത് പോരാ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസനപ്പെടുത്തണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത് നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഈ കൃത്യസമയത്ത് കേന്ദ്രം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ മുന്നോട്ട് നീക്കിയെങ്കിൽ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം അത് നൽകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരിക്കലും ഇത് നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകാമായിരുന്നില്ല. ഇതെല്ലാമാണ് ജനം TV ചൂണ്ടിക്കാണിച്ചത്. ജനം TV ഈ വാർത്തയിലൂടെ നമ്മൾ പുറത്തു കൊണ്ടുവരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്, നമ്മൾ പുറത്തു കൊണ്ടുവന്നത്. അത് ഇപ്പോൾ സത്യമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ അതിൽ ആ വാർത്ത ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ആരോഗ്യമന്ത്രിയും തുറന്നു സമ്മതിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ വിമർശനങ്ങളൊക്കെ പലപ്പോഴും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ, അതായത് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ കേന്ദ്രമന്ത്രിമാരടക്കം പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ കേരളത്തിന് അനുവദിച്ച പദ്ധതികൾ എങ്ങനെ വിനിയോഗിച്ചു എന്നത് കൂടി പരിശോധിക്കാൻ പറഞ്ഞു. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ, അതായത് ഈ ബജറ്റുമായിട്ടുള്ള വിഷയങ്ങളടക്കം ഉയർന്നു വന്ന സാഹചര്യത്തിൽ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ നിലവിലെ ബജറ്റിനെ പറ്റി ചോദിക്കുന്നു, അല്ലെങ്കിൽ എന്ത് അനുവദിച്ചു എന്ന് ചോദിക്കുമ്പോൾ മുൻപറഞ്ഞ നേരത്തെയുള്ള പദ്ധതികൾ എത്രത്തോളം നടപ്പിലാക്കിയെന്നത് സ്വയം പരിശോധിക്കണമെന്നൊരു ചോദ്യം അദ്ദേഹം സംസ്ഥാന സർക്കാരിനോടും കേരളത്തിലെ ജനതയോടും മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ഇടതുപക്ഷത്തിലുള്ള ഇടതുപക്ഷ അനുഭാവികളോടൊപ്പം എല്ലാം ഇത്തരത്തിൽ മുന്നോട്ട് വെച്ച സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, പലപ്പോഴും അനുവദിക്കുന്ന പദ്ധതികൾ പോലും കൃത്യമായി അത് ആവിഷ്കരിക്കുവാനോ അത് നേടിയെടുക്കുവാനോ പൊതുജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ അതിനെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊല്ലം ESI മെഡിക്കൽ കോളേജ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച.